നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ചെങ്കോൽ, ഈ പുഴയും കടന്നു തുടങ്ങി 50-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാറും ന്യൂസ് ഡെസ്കിൽ നിന്നും ഹരികൃഷ്ണനും ചേരുകയാണ്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ 6-നാണ് അദ്ദേഹത്തെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഒപ്പം ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം വഷളായ അവസ്ഥയിലുമായിരുന്നു. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ മൃതദേഹം ഷൊർണൂരിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ഷൊർണൂരിലാണ് താമസിക്കുന്നത്. മേഘനാഥൻ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സ്വന്തം അസുഖത്തിനപ്പുറം വിഖ്യാതനായ നടൻ ബാലചന്ദ്രൻ നായരുടെ മകൻ എന്ന പേരിൽ കൂടിയാണ് അദ്ദേഹം പ്രശസ്തി ആർജിച്ചത്. ഒരു കാലത്ത് വില്ലൻ വേഷങ്ങളിൽ ഒരു അവസാന വാക്ക് എന്ന രീതിയിൽ ഉയർന്നു വന്നിരുന്ന ഒരു പ്രതിഭ കൂടിയാണ് അദ്ദേഹം. ചെങ്കോൽ, ഈ പുഴയും കടന്നു തുടങ്ങി 50-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 1983-ൽ പുറത്തിറക്കിയ അസ്ത്രം എന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായി പറയുന്നത്. പിന്നീട് പഞ്ചാഗ്നി, ചമയം, രാജധാനി, ഭൂമിഗീതം, ചെങ്കോൽ, മലപ്പുറ ഹാജി, മഹാനായ ജോജി, പ്രായക്കര പാപ്പാൻ, ഉദ്യാന ബാലകൻ, ഉല്ലാസ പൂങ്കാറ്റ്, രാഷ്ട്രം, കുടമാറ്റം, വാസലക്ഷ്മിയും പിന്നെ ഞാനും, വാസ്തവം തുടങ്ങി ഒരു പിടിയിലധികം ഹിറ്റ് ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് വേഷം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഷൊർണൂരിലെ വസതിയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോയിട്ടുണ്ട്. ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി സംസ്കാരം നടത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഭാര്യ സുസ്മിത, മകൾ പാർവതി എന്നിവരാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അദ്ദേഹം ഈ സിനിമ അഭിനയത്തിനൊപ്പം നിരവധി സീരിയലുകളിലും പ്രധാനമായ റോളുകൾ കൈകാര്യം ചെയ്ത ഒരു ആൾ കൂടിയാണ്. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഹരികൃഷ്ണൻ കൂടി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. ഹരി, മേഘനാഥൻ എന്ന നടനെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന കുറേയധികം വില്ലൻ കഥാപാത്രങ്ങളുണ്ട്. അത്രത്തോളം വെറുപ്പ് തോന്നുന്ന രീതിയിൽ അഭിനയിപ്പിച്ചത് അത്രയും ഫലിപ്പിച്ച് മലയാളികൾക്ക് മറക്കാനാകാത്തൊരു നടനാണ് നമ്മെ വിട്ടുപിരിയുന്നത്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുമ്പോൾ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ? അശ്വതി, അത് തന്നെയാണ് വെറുപ്പിക്കുന്ന വില്ലൻ കഥാപാത്രങ്ങൾ. അത് തന്നെയാണ് മേഘനാഥനെ സംബന്ധിച്ചിടത്തോളം മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രധാനമായും ഓർത്തിരിക്കുന്ന ഒരു റോളുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അച്ഛൻ ബാലൻ കെ നായരുടെ വില്ലൻ വേഷങ്ങളൊക്കെ തന്നെ മലയാളികൾക്ക് അത്രയധികം സുപരിചിതമാണ്. അതനുസരിച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു ക്യാരക്ടർ ഗ്രാഫും സിനിമയിൽ പ്രത്യേകിച്ച് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റോളുകളെന്നും എടുത്ത് സൂചിപ്പിക്കേണ്ടി വരും. 1983-ൽ റിലീസായ അസ്ത്രമാണ് ആദ്യ സിനിമ. പക്ഷേ അതിനുശേഷം അദ്ദേഹം അഭിനയിച്ച സിനിമകളിൽ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ 90-കളിലും 2000-ലും ഒക്കെയായി അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ തന്നെ പ്രധാനമായും വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടായിരുന്നു. അതും സാധാരണ വില്ലൻ വേഷങ്ങളല്ല, പ്രധാനമായും വെറുപ്പിക്കുന്ന തരത്തിൽ, അത്രയധികം ആ ക്യാരക്ടറിനോട് പ്രേക്ഷകർക്ക് വെറുപ്പ് തോന്നുന്ന തരത്തിൽ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ അദ്ദേഹത്തിന് പ്രധാനമായും സാധിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പുഴയും കടന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെങ്കോലിലെ കഥാപാത്രമായ കീരിക്കാടൻ സണ്ണി ആയിക്കോട്ടെ, ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ അത്രയധികം വില്ലത്തരം കാണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ നിന്ന്, പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്തിരുന്ന കഥാപാത്രങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമായ വേഷങ്ങളിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു. സ്വഭാവ നടനായും അദ്ദേഹം പിന്നീട് തിരിയുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. മലയാള സിനിമകൾക്ക് പുറമെ അദ്ദേഹം തമിഴിലും ചില ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. അതിൽ വേണ്ട രീതിയിലുള്ള ഒരു പ്രശംസ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും തമിഴിലേക്കും അദ്ദേഹം ചുവടുവയ്ക്കുന്ന ഒരു സാഹചര്യം മാറി. പിന്നീട് അദ്ദേഹം പരമ്പരകളിലേക്ക്, സീരിയൽ പരമ്പരകളിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. നമ്മൾ ആ സമയത്തൊന്ന് എടുത്തു പറയേണ്ടത്, ആ വില്ലൻ വേഷങ്ങളിൽ അത്രത്തോളം വെറുത്ത ആ കഥാപാത്രം പിന്നീട് ആക്ഷൻ ഹീറോ ബിജുവിലേക്കുള്ള ആ കഥാപാത്രത്തെയൊക്കെ കണ്ടപ്പോൾ നമ്മളെ കരയിക്കുകയും ചെയ്തു മേഘനാഥൻ. തീർച്ചയായും. ഇപ്പോൾ എടുത്ത് സൂചിപ്പിക്കുന്നത് നിവിൻ പോളി എബ്രിഡ് ചിത്രമായ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലാണ്. ആ സിനിമയിൽ ആകെ ഒരൊറ്റ സീനാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ ആ സീൻ അദ്ദേഹത്തിൻ്റെ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായി മാറുകയും ചെയ്യപ്പെട്ടു. അത് നമ്മൾ വില്ലൻ വേഷമല്ലാതെ ഒരു ക്യാരക്ടർ റോളായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ആ സമയത്ത്, പ്രത്യേകിച്ച് ആ സീൻ കണ്ട പ്രേക്ഷകർക്ക് അത്രയധികം കണ്ണീരണിയിക്കുന്ന രീതിയിലാണ് ആ കഥാപാത്രം അദ്ദേഹം മാറ്റിയെടുത്തത്. അപ്പോൾ അത്രയധികം രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു വൈരുദ്ധ്യം, ഒരു മൊത്തത്തിലൊരു വേഴ്സ്റ്റാലിറ്റിയൊക്കെ എടുത്തു സൂചിപ്പിക്കുന്ന ഒരു കഥാപാത്രവും കൂടിയായിരുന്നു അത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആ ഒറ്റ സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് വലിയ രീതിയിലുള്ള കയ്യടി നേടാൻ സാധിക്കുകയും ചെയ്തു. പ്രധാനമായും വില്ലൻ വേഷങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെറുപ്പ് തോന്നിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് പിന്നീട് സീരിയൽ റോളുകളിലൊക്കെ, പ്രത്യേകിച്ച് പരമ്പരകളിലൊക്കെ തന്നെ വിവിധമായ വേഷങ്ങൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. സിനിമയിൽ അപ്പുറം നിന്നുകൊണ്ട് ഈ പരമ്പരകളിൽ നിന്ന് വില്ലൻ വേഷങ്ങൾ മാറിക്കൊണ്ട് സ്വഭാവ നടനായും കൂടി സാധാരണ പ്രേക്ഷകർക്കിടയിൽ, അതായത് ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിലേക്കും അദ്ദേഹത്തിന് ഇറങ്ങി ചെല്ലാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ
1983 തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കരിയറിൽ 50 സിനിമകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം 44 വർഷത്തോളമുള്ള അഭിനയ പാരമ്പര്യം ജീവിതമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ആ രീതിയിൽ 50 സിനിമകൾ മാത്രമാണ്, 50-ലധികം സിനിമകളിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയത് എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. പല വില്ലൻ വേഷങ്ങളിലും അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള സീനുകളുടെ എണ്ണവും വളരെ കുറവാണ്. പക്ഷേ ലഭിച്ചിരിക്കുന്ന സീനുകളിൽ അദ്ദേഹം എത്രമാത്രം കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് മേഘനാഥൻ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നീട് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലൊക്കെ തന്നെ അസുഖങ്ങൾ മൂർച്ഛിക്കുന്നൊരവസ്ഥയിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് നാളുകളായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നൊരവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് അഭിനയ ജീവിതം പൂർണ്ണമായി മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ എന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിലേക്ക് മേഘനാഥൻ എന്ന നടൻ എന്നും ഓർക്കപ്പെടും. അശ്വതി. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മേഘനാഥൻ ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഇന്ന് ഷൊർണൂരിൽ അദ്ദേഹത്തിന്